അമ്മേ. നീ എവിടെയാ രാഹുലേ? ഞാൻ വീട്ടിലുണ്ട്. മഹിക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓ ഭാഗ്യം. ചിലപ്പോ ഓർമ്മ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോ കുഴപ്പമില്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടപ്പോ സമാധാനമായി. അതെ, എല്ലാം ഈശ്വരാനുഗ്രഹം എന്ന് കരുതിയാ മതി. ഡോക്ടർ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലെന്ന് ഉറപ്പായപ്പോഴാ ശ്വാസം നേരെ വീണത്. എല്ലാം ഭഗവാന്റെ കാരുണ്യം. അതെ അതെ. പിന്നെ മഹി മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കും. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും? ഇനി വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്താൽ മതി. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റിനെ തരണോന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നന്നായി. എല്ലാവരും കൂടി വെറുതെ ആശുപത്രിയിൽ നിൽക്കണ്ടല്ലോ. അതെ, എന്നാ ശരിടാ. ഞാൻ നിന്നെ വിവരമൊന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടി കോൾ ചെയ്തതാ. ശരിയമ്മ. അപ്പോ ആ പ്രതീക്ഷയും പോയി. ഇനി മഹി ഇല്ലാതാക്കാൻ വേറെ വഴി നോക്കണമല്ലോ. അച്ഛാ, മഹി, എന്റെ മഹി, ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. മഹി, നിനക്കെന്നെ മനസ്സിലായോ? എന്റെ ഓർമ്മശക്തി ഒന്നും പോയിട്ടില്ല ആന്റി. എങ്ങനെ അകത്തേക്ക് പോ. വാ മഹേട്ടാ. എന്റെ മോള് കൈലാസത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയതാ ഞാൻ. ഇനി മഹേട്ടൻ കുറച്ചേരം റെസ്റ്റ് എടുത്തോളൂ. അപ്പോഴേക്കും കഴിക്കാനുള്ളത് ഞാൻ റെഡിയാക്കി എടുത്തോണ്ട് വരാം. അതൊന്നും നീ ചെയ്യണ്ട. സീമയോട് പറഞ്ഞാ സീമ റെഡിയാക്കി തരും. അയ്യോ, അതൊന്നും വേണ്ട മഹേട്ടാ. മഹേട്ടന് ഭേദാവുന്നവരെ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നേ? എന്താ ശ്രേച്ചി? എന്താന്ന് നിനക്കറിയില്ലേ? മഹിയേട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. നീ അതൊന്നും ചെയ്യണ്ട. അതെന്താ ഗംഗ ചെയ്താല്? ഗംഗ തന്നെയല്ലേ ഇതുവരെ എല്ലാം ചെയ്തത്. ഇതുവരെ ഗംഗ ചെയ്തെന്ന് വെച്ച് ഇനി ഞാനല്ലേ മാളു മഹിയേട്ടിന്റെ കാര്യങ്ങൾ നോക്കേണ്ടേ? ഒരു കാര്യം ഇവള് ചെയ്തോട്ടെ, സീമയുടെ കൂടെ അടുക്കള പണി ചെയ്തോട്ടെ. പക്ഷേ അത് ഈ റൂമിന്റെ വാതിൽക്കൽ വരെ എത്തിക്കേണ്ട ചുമതലയെ ഗംഗയ്ക്കുള്ളൂ. എടുത്തു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്. ഞാൻ ചെയ്തോളാം. ശ്രേച്ചയുടെ കടമകളൊന്നും ഞാൻ ഏറ്റെടുക്കുന്നതല്ല. ഈ സമയത്ത് മഹേട്ടിന് നല്ല ശ്രദ്ധ വേണം. മരുന്നും ഭക്ഷണവും കൃത്യമായി തന്നെ കൊടുക്കണം. അതുകൊണ്ട്
എന്നെ അത് ചെയ്യാൻ സമ്മതിക്കണം. ഓ, അപ്പൊ നീ പറയുന്നത് ഇത് നിനക്ക് മാത്രമേ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അയ്യോ, അങ്ങനെയല്ല ശ്രേയച്ചി. ശ്രേയച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാ. ഗംഗ എന്തിനാ ഇത്ര ഭാവം വന്നത്? ശ്രേയല്ല, ഗംഗ തന്നെ എന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. മഹേട്ടനെന്തൊന്നും മിണ്ടാത്തെ? ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ? എനിക്കും മാളുവിന്റെ അഭിപ്രായം തന്നെ. എങ്ങേക്കല്ലേ ഓരോന്നും ഏത് സമയത്താണെന്നും മറ്റും അറിയുമോ. അതുകൊണ്ട് ഗംഗ തന്നെ എല്ലാം ചെയ്യട്ടെ ശ്രേയ. അപ്പോ മഹേട്ടന്റെ മനസ്സിൽ ഇതാണല്ലേ? അതെ, അച്ഛന്റെ മനസ്സിലും ഗംഗ ചെയ്യുന്നത് തന്നെ ഇഷ്ടം. ഇനി എന്തിനാ ശ്രേയ ഇവിടെ നിൽക്കുന്നത്? പൊയ്ക്കോ, ഇവിടെ നിന്ന് പൊയ്ക്കോ. അങ്ങനൊന്നും പറയില്ല മാളു. ശ്രേയച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടിയോ ഒന്നും പിടിച്ചു വാങ്ങാൻ വേണ്ടിയോ അല്ല ഞാനിങ്ങനെ പറയുന്നത്. മഹിയേട്ടന് എത്രയും പെട്ടെന്ന് അസുഖം മാറി പഴയതുപോലെ ആവണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മതിയടി നിന്റെ അഭിനയം. അഭിനയിച്ച് നീ എല്ലാരെയും വരുതിയിലാക്കി. ഇനിയും വേണോ? ശ്രേയച്ചി, ഞാൻ നീ വിഷമിക്കണ്ട ഗംഗെ. ശ്രേയയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. എന്നാലും മഹിയേട്ടാ, ശ്രേയച്ചി എന്നെ തെറ്റിദ്ധരിച്ചെന്നാ തോന്നുന്നത്. ശ്രേയ എന്ത് വിചാരിച്ചാലും ഗംഗയ്ക്ക് എന്താ? അതൊന്നും ഗംഗ കേൾക്കണ്ട. ഗംഗ അച്ഛന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ശരി. ഞാനങ്ങോട്ട് ചെല്ലട്ടെ മഹിയേട്ടാ? എന്താ? ഗംഗെ, മോളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഗംഗെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി ഗംഗെ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഞാനിതെല്ലാം ഹോസ്പിറ്റലിൽ വന്നപ്പോ നിന്നോട് പറഞ്ഞതല്ലേ. എന്തിനാ ഗംഗ ആ ബസ്സിൽ കയറാൻ പോയത്? അതിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഗംഗയ്ക്കൊന്നും സംഭവിക്കാത്തത് എന്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്.
അത്രയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചതാ ഞാൻ. എന്റെ ജീവൻ പകരം കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. മോൻ പറഞ്ഞത് സത്യമാ. നിന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ എന്റെ മോള് ഒരു പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. സത്യം പറയാലോ, ഞാൻ ഗംഗയെ ഇത്രയും സ്നേഹിക്കുന്നെന്ന് എനിക്ക് തന്നെ ബോധ്യമായ നിമിഷമായിരുന്നു അത്. കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പ്രാണൻ വെടിഞ്ഞ് നിനക്കൊപ്പം വരാൻ തയ്യാറായതാ ഞാൻ. എന്റെ മോള് ചെയ്ത പുണ്യം കൊണ്ടാ നിന്നെപ്പോലെ ഒരാളെ ഇവൾക്ക് കിട്ടിയത്, അല്ലേ മോളെ? ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ഉണ്ട് നടത്താൻ. ഇപ്പൊ ഒരെണ്ണം ചെയ്തിട്ടാ വരുന്നേ. ഗംഗയെ തിരിച്ചു തന്നതിന് ശ്രീകണ്ഠേശ്വരത്ത് പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇനി എന്റെ ഗംഗയ്ക്ക് ഒരു ദുഃഖവും ദുരിതവും ഉണ്ടാവില്ല. ഗംഗ എന്തോന്നും മിണ്ടാത്തെ? ഗംഗയുടെ സംസാരം കേൾക്കാനല്ലേ ഞാൻ ഓടി വന്നത്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ, ഇവൾ അങ്ങനെ അധികം സംസാരിക്കാറില്ല. അറിയാം. എനിക്കൊന്നിനും പരാതിയില്ല മുത്തശ്ശി. കാരണം ഞാൻ ഗംഗയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ആരാ മോനെ? അത് എൻ്റെ ഒരു സുഹൃത്ത മുത്തശ്ശി. മോൻ ഫോണെടുത്ത് സംസാരിക്കേ. വേണ്ട മുത്തശ്ശി, ഇത് ഞാൻ എൻ്റെ ഗംഗയോടും മുത്തശ്ശിയോടും സംസാരിക്കുന്ന സമയമല്ലേ. അതിനിടയിൽ മറ്റൊന്നിനും പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിനെന്താ, ഫോൺ ചെയ്തിട്ടും സംസാരിക്കാമല്ലോ. മോൻ പോയി ഫോൺ എടുത്ത് സംസാരിക്ക. ശരി, മുത്തശ്ശി പറയുന്ന എന്തോ അനുസരിക്കാനാ എനിക്കിഷ്ടം. മോളെ, എന്ത് നല്ല പയ്യനാ. എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാ. ഹലോ, എന്താ ഈ കാര്യങ്ങള്? ആ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ബോസ് ആകെ ടെൻഷനിലാണ്. നിന്നെ വിളിച്ചാ കിട്ടത്തുമില്ല. ഫോണിനെന്ത് പറ്റി? അല്ല, എല്ലാ ചോദ്യങ്ങളും കൂടി ഇങ്ങനെ ഒന്നിച്ച് ചോദിച്ചാ ഞാൻ ഉത്തരം പറയുന്നത് എങ്ങനെയാ? നിർത്തി നിർത്തി ചോദിക്കുക, എന്നാലല്ലേ മറുപടി പറയാൻ പറ്റൂ. നീ നിന്നോ ഇരുന്നോ എങ്ങനെയെങ്കിലും മറുപടി പറഞ്ഞാൽ മതി. എന്നാ ബോസിനോട് ടെൻഷനൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഇരുന്നോളം പറ. ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവള് സേഫായി വീട്ടിലുണ്ട്. അവക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. ഓക്കെ, അത് കേട്ടാ മതി. സന്തോഷം. നീ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നത്? നിന്റെ പഴയ തരികട പരിപാടി വീണ്ടും തുടങ്ങിയോ? അയ്യോ, അതല്ല. അത് ഞാൻ പോലീസിനെ പേടിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. അവര് ബസ്സിൽ ഫോൺ ട്രേസ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ കിട്ടി. എന്നിട്ട് ഇത്ര പെട്ടെന്ന് പേടി മാറിയോ? ആ, അത് പോലീസുകാരിപ്പോ ഏതോ ഒരു തീവ്രവാദ സംഘടനയുടെ പുറകിലാ. ഈ സംഭവം അവർ ചെയ്തതാണെന്ന് അവർ സമ്മതിച്ചു. അതെന്തിനാ? അവർക്ക് പേര് കിട്ടാനായിരിക്കും. ശരി, എന്തായാലും നിന്റെ കാര്യം സേഫ് ആയില്ലേ? അത് മതി. നമ്മൾ എപ്പോഴും സേഫ് ആണ് ബായി. അതുപോലെ ഗംഗയും സേഫ് ആണ്. ശരി, ഇനി സമയം കളയാതെ അവളെ കൊണ്ടുവരാൻ നോക്ക്. ശരി. നീ പറയുന്ന എല്ലാം ഞാൻ കേട്ടു. നിന്റെ ഒരു പ്ലാനും നടക്കില്ല. ഗംഗയെ നിനക്ക് കല്യാണം കഴിച്ച് തരില്ല, നോക്കിക്കോ. എന്റെ അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കും. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും, നോക്കിക്കോ. എങ്ങനെ പാവം.
നല്ല ജോലിയില്ലാവും അടുക്കളയിൽ. അവളെ ബുദ്ധിമുട്ടിക്കണ്ട. അയ്യോ മഹേട്ടാ, മഹേട്ടാ, അയ്യോ എന്താ എന്താ പറ്റിയേ? ഞാൻ വെള്ളം എടുക്കാൻ നോക്കിയതാ. എന്തിനാ മഹേട്ട എങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ വിളിച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ എത്രമാത്രം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലായത് മുതൽ നീ ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്നതല്ലേ. മഹേട്ടന്റെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് കഷ്ടപ്പാടാണോ മഹേട്ട? ഗംഗേ, ഗംഗേ. ഗംഗേ, നീ എന്തായി കാണിക്കുന്നേ? അത് ശ്രേയച്ചി, ഞാൻ വന്നപ്പോ മഹേട്ടൻ താഴെ വീണ് കിടക്കായിരുന്നു. അതാ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. ഇങ്ങനെയാണോ നീ മഹേട്ടന്റെ കാര്യങ്ങൾ നോക്കുന്നേ? നീ വലിയ ജാട പറഞ്ഞോണ്ടല്ലേ ഞാൻ പോയത്. അല്ലെങ്കിൽ എന്റെ മഹേട്ടന്റെ കൂടെ ഞാൻ ഇരിക്കില്ലായിരുന്നോ? ശ്രേയ എന്തിനാ ഗംഗയെ വഴക്ക് പറയുന്നത്? ശ്രേയക്ക് ഗംഗയോട് വഴക്കിടാനല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ? ഇവളെ പോലെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നുള്ളത് സത്യം. പക്ഷേ മഹേട്ടന്റെ കാര്യങ്ങള് ഞാൻ ഭംഗിയായിട്ട് തന്നെ നോക്കും. അതെ, അതെല്ലാവർക്കും അറിയാം. ആദ്യം ശ്രേയയുടെ കാര്യങ്ങൾ ചെയ്തു പഠിക്കേ. എന്റെ അച്ഛന്റെയും കാര്യങ്ങൾ ഗംഗ നോക്കിക്കോളും. മഹേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? നാളെ മാളുവിന്റെ അമ്മയാവേണ്ടവളാ ഞാൻ. എന്നോട് ഇവളിങ്ങനെ പറയുന്നത് മഹേട്ടൻ പ്രോത്സാഹിപ്പിക്കുവാണോ? ഞാൻ എന്തു പറയണമെന്നാ നീ പറയുന്നത്? സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തനിയെ ഉണ്ടാവേണ്ടതാ. അത് ആർക്കും ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ കിട്ടുന്നതാ. അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോ മഹേട്ടൻ ഇങ്ങനെ പല ന്യായങ്ങളും പറയും. അയ്യോ ശ്രേയച്ചി, എന്റെ ഭാഗത്തുനിന്ന് ശ്രേയച്ചി വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടത്തെ കാര്യങ്ങൾ നോക്കണമെന്ന് വലിയ ഗമ പറയുന്ന ശ്രേയ എന്താ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? ഗംഗ ചെയ്യുന്നത് പോലെ ഇതൊക്കെ ശ്രേയക്കും ചെയ്യാലോ. എന്തിനാ മാളു മോൾ എന്നോട് ഇങ്ങനെ പിണക്കം കാണിക്കുന്നേ? ഗംഗ ഉടനെ ഇവിടുന്ന് പോവും. പിന്നെ ഞാനാ മോളുടെയും മഹേട്ടന്റെയും കാര്യങ്ങൾ നോക്കുന്നത്. ഇല്ല ശ്രേയ, അതൊരിക്കലും നടക്കില്ല. എന്റെ മോളെയും മഹിയേട്ടനെയും നോക്കേണ്ടത് ഗംഗ തന്നെയാ. അവളത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ശ്രേയ എനിക്കും അച്ഛനും വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ ഗംഗ തന്നെ നോക്കും. എനിക്കും അച്ഛനും അത് തന്നെ ഇഷ്ടം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാസ ശമ്പളത്തിന് ഞാനൊരു ഹോം നഴ്സിനെ വെക്കണമെന്ന് കരുതിയതായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഹോം നഴ്സ് എത്ര ഭംഗിയായി നോക്കിയാലും അവൾക്ക് വീട്ടുകാരിയാവാൻ സാധിക്കില്ല. അവസാനം ശമ്പളം വാങ്ങി തിരികെ പോവാ തന്നെ വേണം. അത് മറക്കണ്ട. ശ്രേയ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമായോ ഗംഗേ?
ശ്രേയച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കൊരിക്കലും ശ്രേയച്ചിയാവാൻ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? ഗംഗയ്ക്ക് എന്താ മഹിയെ കല്യാണം കഴിച്ചാൽ? മാളോ, ഒരിക്കലും ശ്രേയച്ചോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും നാളെ മാളുവിന്റെ അമ്മ ആവേണ്ടത് ശ്രേയച്ചിയാ. അതുകൊണ്ട് എന്നും സ്നേഹത്തോടെ സംസാരിക്കാവൂ. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഗംഗ മാത്രം മതി. അങ്ങനെയല്ല മോളെ. ശ്രേയച്ചി പറഞ്ഞതുപോലെ ഞാനൊരു ഹോം നഴ്സ് മാത്രം. പക്ഷെ ആ സ്ഥാനത്ത് നിന്നായാലും മഹിയേട്ടന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ സാധിക്കണേന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ എന്നെ നോക്കാനും സ്നേഹിക്കാനും മറ്റാർക്കും കഴിയില്ല ഗംഗ. സത്യം മഹിയേട്ട, ഇത്രയും കരുതലോടെ മഹിയേട്ടനെ സ്നേഹിക്കാൻ മറ്റാർക്ക് സാധിക്കും? എനിക്ക് പോലും അത് സാധിച്ചിട്ടില്ല. എന്നും ഈ കരുതലും സ്നേഹവും എന്റെ മഹിയേട്ടനുണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും.